പട്ടാമ്പി ശ്മശാനത്തിന് ആദ്യഘട്ടത്തിൽ 55 ലക്ഷം രൂപ MLA ഫണ്ടിൽ കൊടുത്തു. അതിൻ്റെ സിവിൽ വർക്ക് ഏതാണ്ട് പൂർത്തീകരിക്കുമ്പോൾ പിന്നീട് MP യുടെ ഫണ്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പിന്നെ അതിനാവശ്യമായിട്ടുള്ള മിഷനറി സാധനങ്ങൾ വേണ്ടി വെയിറ്റ് ചെയ്തു. പക്ഷേ MP ഫണ്ട് വരാൻ വൈകുമെന്ന് കണ്ടപ്പോൾ വീണ്ടും 50 ലക്ഷം രൂപ MLA ഫണ്ടിൽ കൊടുത്ത് അതിൻ്റെ മിഷനറി സാധനങ്ങളും ജനറേറ്റർ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ആ ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് പൂർത്തീകരിക്കാനുള്ള നടപടി സ്വീകരിച്ചു. 10 ദിവസത്തെ വർക്ക് കൊണ്ട് പൂർത്തീകരിക്കാനുള്ളതേ ഉള്ളൂ. പക്ഷേ പട്ടാമ്പി മുനിസിപ്പാലിറ്റി ഭരണസമിതിയിലെ ചില അംഗങ്ങൾ, പ്രത്യേകിച്ച് ചെയർമാൻ അടക്കമുള്ള ആളുകൾ ബോധപൂർവം ഈ കരാറുകാരനെയും അതോടൊപ്പം തന്നെ 2 കരാറുകാരാണുള്ളത്, ആ 2 കരാറുകാരെയും അതോടൊപ്പം ഉദ്യോഗസ്ഥരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇത് വൈകിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. 10 ദിവസം കൊണ്ട് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയുന്ന ഇത് മാസങ്ങളായിട്ട് വൈകിപ്പിക്കുന്ന നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോഴും മുനിസിപ്പാലിറ്റി അത് വൈകിപ്പിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. ജനങ്ങൾക്ക് ശരിക്കും 10 ദിവസം എന്ന് പറഞ്ഞാൽ ഇനി ജനറേറ്റർ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ട്രയൽ റണ്ണ് നടത്തുക എന്നുള്ള ചെറിയ ചെറിയ വർക്കുകൾ, അതിൻ്റെ ബോർഡ് വെക്കുക എന്നുള്ള വർക്കുകൾ അടക്കമുള്ള വർക്കുകളാണ് അവിടെ പെൻഡിങ്. അത് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് കരാറുകാരനെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെയും മുനിസിപ്പൽ ചെയർമാനും ഭരണസമിതിയിലെ ചില അംഗങ്ങളും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർക്ക് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനും പട്ടാമ്പിയിലെ ശ്മശാനം യാഥാർത്ഥ്യമാക്കാനും കഴിയും. മുനിസിപ്പാലിറ്റിക്ക് എന്ത് താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണോ അത് വൈകിപ്പിക്കുന്നത്, അത് ആ നടപടി ഉപേക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതെന്തോ മാറ്റത്തിന്റെ തുടക്കമാണെന്നാണ്. പട്ടാമ്പിക്കും ഇനി ഓക്സിജൻ.